وأما السائل فلا تنهر وأما بنعمة ربك فحدث. നിങ്ങളോട് ചോദിച്ചു വരുന്ന ആളുകൾ ഹഖുൽ ലിസാഇൽ വൽ മഹ്റൂം എന്നാണ്. തടയപ്പെട്ട ആളുകൾക്കും ചോദിച്ചു വരുന്നവർക്കും നിങ്ങളുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചോദിച്ചു വരുന്നു എന്നത് തന്നെ അവരുടെ ഒരു കിട്ടാനുള്ള യോഗ്യതയായിട്ട് മനസ്സിലാക്കിയിട്ട് നൽകണം എന്നാണ്. കുതിരപ്പുറത്ത് ആണ് വരുന്നതെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ അന്നത്തെ എല്ലാ ആൾക്കാർക്കും ഒന്നും കുതിര ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? കുതിര ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്ക് എന്തോന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. അപ്പോ ഇന്നൊരു നല്ല വണ്ടിയിൽ വരുന്ന ആള് എന്ന് വേണമെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് പുതിയ ഭാഷയിൽ പറയാം. അങ്ങനെ വരുന്ന ആളുകളെ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആട്ടി ഓടിക്കാൻ പാടില്ല. ഒരാളുടെ വസ്ത്രം കണ്ടുകൊണ്ട്, ഒരാളുടെ നല്ല നടപടികൾ കണ്ടുകൊണ്ട്, അയാളുടെ ഒരു നീറ്റ്നെസ് കണ്ടുകൊണ്ട് ഇത് തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അയാൾ നിങ്ങളോട് കൈനീട്ടി, നിങ്ങളോട് ചോദിച്ചു എന്നത് തന്നെ നിങ്ങളുടെ സമ്പത്തിൽ അയാൾക്ക് ഹക്കുണ്ട് എന്ന് നൽകാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. അത് പൂർണ്ണമായും തട്ടിപ്പാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കൊടുക്കണമെന്നില്ല. പക്ഷെ അപ്പോഴും നിങ്ങൾ വിരട്ടി ഓടിക്കരുത്, നിങ്ങൾ അവനെ ആക്ഷേപിക്കരുത്, ആളുകൾക്കിടയിൽ വെച്ചിട്ട് മാനം കെടുത്തരുത്. വളരെ മാന്യമായ ഭാഷയിൽ വല്ലതും പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാകുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് 100% ആളറിയാം എങ്കിൽ, അയാള് ഇതൊരു ഒരു വഞ്ചന കാണിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ, എനിക്ക് ആ ആൾ വഞ്ചന കാണിക്കാമെന്ന് അറിയാം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആളുകളുടെ ഇടയിലിട്ട് അയാളെ ആക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്യാൻ പാടില്ല. അയാളെ സ്വകാര്യമായി വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് ഉപദേശിക്കുകയൊക്കെ ചെയ്യാം, നല്ലത് പറയാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ വിരട്ടി ഓടിക്കരുത് എന്നതാണ്. അതേസമയത്ത് നിങ്ങൾക്കറിയില്ല, ഏതോ അന്യദേശത്തുകാരനാണ്, ആരോ വന്നിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഹുസ്നു വന്നാണ് ഉണ്ടാകേണ്ടത്, നല്ല വിചാരം. അയാൾക്ക് അർഹതയുണ്ടാകാം എന്നാണ് വിചാരിക്കേണ്ടത് എന്നാണ്. ഇനി മറ്റൊരു അഭിപ്രായമുള്ളത് സമ്പത്ത് ചോദിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ പറയുന്നത് അറിവ് ചോദിക്കുന്ന ഒരവസരമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധപ്പെടുമ്പോൾ കൂടുതൽ ആളുകൾ എന്തിനാണ് വരിക, എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് വരിക. അപ്പൊ ഈ അറിയാൻ വേണ്ടി വരുന്ന ആളുകളുടെ ചോദ്യം ചിലപ്പോ നിങ്ങളുടെ ഒരു നിലവാരത്തിലും നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടുത്തേക്കൊന്നുള്ള ചോദ്യം നയിക്കൂല ചിലപ്പോൾ അവർ ചോദിക്കുക. അപ്പൊ എന്ന് വെച്ച് അവരെ ആക്ഷേപിക്കാൻ പാടില്ല, അവരെ വിരട്ടി ഓടിക്കാൻ പാടില്ല. അവര് വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ സ്വീകരിക്കണം. വളരെ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടാവുക. അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിവുള്ളത് നിങ്ങൾ പകർന്നു കൊടുക്കണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്നവരിലേക്ക് നിങ്ങൾ അയാളെ എത്തിക്കുകയാണ് വേണ്ടത് എന്നാണ്. വിരട്ടി ഓടിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ ഇതെന്ത് ചോദ്യം അത് എന്ന് ചോദിക്കരുത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പല രീതിയിലും ആളുകൾ വന്നിട്ടുണ്ട്, നമുക്കറിയാം, പല രീതിയിലും വന്നിട്ടുണ്ട്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞല്ലോ, മുഹമ്മദേ എന്റെ ദീനൊന്നും തിരക്കിടില്ല, ഞാൻ ചെയ്യരുത്, പക്ഷെ എനിക്ക് വ്യഭിചരിക്കണം, അത് ഒഴിവാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു പ്രകൃതി അനുസരിച്ച് നമ്മൾ അയാളെ ആ സദസ്സിൽ നിന്നും ദൂരേക്ക് ഓടിക്കും. എന്ത് വർത്താനാണ് പറയുന്നത്, അതുമില്ലാതെ പറയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിച്ചില്ല. റസൂലുള്ളാഹിനെ അവിടെ നിർത്തി. എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് പ്രയാസപ്പെടുത്താതെ ചോദിക്കുകയാണ്, നിനക്ക് ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. ഉമ്മാൻ ആരെങ്കിലും വ്യഭിചരിച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുവോ, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ അയാളെ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്, ഉമ്മാനെ, എന്റെ ഉമ്മാനെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ. സഹോദരി ഉണ്ടോ, മോളുണ്ടോ, നിനക്ക് ഭാര്യയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ആ മനുഷ്യന് മനസ്സിലാവുകയാണ് ഇങ്ങനെ ഒന്നല്ലാത്തൊരു പെണ്ണുണ്ടാവോ വേറെ. ഒരാൾ പറയുന്നു, ഞാൻ റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വരുമ്പോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വ്യഭിചാരമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ അല്പനേരം നിന്നപ്പോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമായി അത് മാറിയിരുന്നു. അപ്പൊ എന്തും ചോദിക്കാം, ചോദിക്കുന്ന ആൾക്ക് എന്തും ചോദിക്കാം. പക്ഷെ ആ ചോദിക്കുന്നവരെ നിങ്ങൾ വിരട്ടി ഓടിക്കാൻ പാടില്ല. അപ്പൊ സമ്പത്താണ് ചോദിക്കുന്നതെങ്കിലും, അറിവാണ് ചോദിക്കുന്നതെങ്കിലും, വല്ല സഹായവുമാണ് ചോദിക്കുന്നതെങ്കിലും നമ്മുടെ കയ്യിലുള്ള കൊടുക്കണം. ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് അയാളെ ആശ്വസിപ്പിക്കണം.